Good morning, students. Keam 2020 ചോദിച്ച ചില ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. The value of sin 45 degree plus theta minus cos 45 degree minus theta. ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. വാല്യൂ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? 5 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് എന്ന് നോക്കാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ sin 45 degree plus theta minus cos ഈ 45 degree minus theta ഞാൻ എഴുതാൻ പോകുന്നത് എങ്ങനെയാണ്? 90 minus 45 plus theta. അതായത് cos 45 minus theta ഞാൻ cos 90 minus 45. 90 minus 45 എത്രയാണ്? 45. മൈനസ് പുറത്ത് വരുമ്പോൾ മൈനസ് തീറ്റ. 45 മൈനസ് തീറ്റയ്ക്ക് വരെ ഞാൻ എഴുതിയത് 90 മൈനസ് 45 പ്ലസ് തീറ്റ എന്ന് എഴുതി. ഇനി cos 90 മൈനസ് തീറ്റ എന്താണ്? cos 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റയാണ്. അപ്പൊ സൈൻ 45 ഡിഗ്രി പ്ലസ് തീറ്റ. അപ്പൊ നമുക്ക് സൈൻ 45 ഡിഗ്രി പ്ലസ് തീറ്റ മൈനസ് സൈൻ 45 ഡിഗ്രി ഈക്വൽ ടു 0. അപ്പൊ ഇതിന്റെ ഓപ്ഷൻ എന്താണ്? ഈ 0 ആണ് അതിന്റെ ആൻസർ കിട്ടുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അതിന്റെ ആൻസർ കിട്ടി. അപ്പൊ ഇവിടെ നമ്മൾ ഇത്ര ചെയ്തോളൂ. ഈ cos 45 മൈനസ് തീറ്റയെ ഞാൻ എന്ത് എഴുതി? cos 90 മൈനസ് 45 പ്ലസ് തീറ്റ എന്ന് എഴുതി. cos 90 മൈനസ് 45 പ്ലസ് തീറ്റ. cos 90 മൈനസ് 45 പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? cos 45 മൈനസ് തീറ്റ ആണ്. അപ്പൊ cos 90 മൈനസ് തീറ്റയെ നമ്മൾ എന്ത് എഴുതുന്നു? sin 45 പ്ലസ് തീറ്റ. ഏത് ഫോർമുലയാണ്? cos 90 മൈനസ് തീറ്റ ഈക്വൽ ടു sin തീറ്റ. അപ്പൊ ഇത് രണ്ടും കൂടി ക്യാൻസൽ ചെയ്ത് നമുക്ക് ആൻസർ 0യിലേക്ക് എത്തിച്ചേർന്നു കേട്ടോ. എഴുതിയെടുത്തോ. അടുത്ത ക്വസ്റ്റ്യൻ. Next question. The value of x in 0 less than equal to x less than equal to 20 such that cos 2x is equal to cos x are a 0 and 2 pi by 3, b pi by 3 and 2 pi by 3, c 0 and pi by 3, d pi by 4 and pi by 3, e 0 and pi by 3. ഇവിടെ നമുക്ക് value of x is 0 less than equal to x less than equal to pi such that cos 2x equal to cos x. cos 2x equal to cos x ആണെങ്കിൽ ഈക്വേഷൻ അങ്ങനെയാണെങ്കിൽ ഈ എക്സിന്റെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എക്സിന്റെ വാല്യൂ കാണാനായിട്ട് 5 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അത് കണ്ടുപിടിക്കും. അപ്പൊ cos 2x is equal to cos x എന്നാണ് തന്നിരിക്കുന്നത്. ഈ cos 2x ന് പകരം നമുക്ക് എന്ത് എഴുതാം? നമുക്കൊരു ഫോർമുലയുണ്ട്. 2 cos square x minus 1 is equal to cos x. ഫോർമുലയാണ്. ഇവിടെ നമുക്ക് എന്ത് എഴുതാം? 2 cos square x minus cos x minus 1 is equal to 0. cos x ൽ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. അപ്പോൾ cos x ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. cos x ന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് എന്ത് ചെയ്യണം? നമ്മൾ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ആ ഫോർമുല ഉപയോഗിക്കുമ്പോൾ മൈനസ്, അപ്പോൾ നമുക്ക് 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac. അപ്പോൾ 4 8 പ്ലസ് 8 ഉണ്ട്. അപ്പോൾ 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 1 പ്ലസ് 8 ഡിവൈഡഡ് ബൈ 2 4 2a എന്ന് പറയുമ്പോൾ 2 4 വരെ. അപ്പൊ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ നമുക്ക് എത്ര കിട്ടും നോക്കി? 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 9 എത്രയാണ്? 3 വരും ഡിവൈഡഡ് ബൈ 4 വരും. 1 പ്ലസ് 3 ബൈ 4 എന്ന് പറഞ്ഞാൽ എത്ര ആൻസർ? 1 വരും. 1 മൈനസ് 3 ബൈ 4 എന്ന് പറഞ്ഞാൽ എത്രയാ? മൈനസ് 2 ബൈ 4, അതായത് മൈനസ് 1 വരും. അപ്പൊ നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടും, 1 ഉം മൈനസ് 1 കിട്ടും. അപ്പൊ cos x ന് ആദ്യം കിട്ടുന്ന വാല്യൂ എത്രയാണ്? 1 ആണ്. cos x ന് 1 കിട്ടുമ്പോൾ എക്സിന്റെ വാല്യൂ എത്രയായിരിക്കും? എക്സിന്റെ വാല്യൂ 0. അപ്പൊ ഒരു വാല്യൂ 0 ആണെന്ന് മനസ്സിലായി. ഇനി അടുത്ത വാല്യൂ എന്തിനാണ്? cos x is equal to മൈനസ് 1/2 ആണ്. cos x is equal to മൈനസ് 1/2 ആണെങ്കിൽ നമ്മുടെ എക്സിന്റെ വാല്യൂ എത്രയായിരിക്കും? എക്സിന്റെ വാല്യൂ 2 pi by 3 ആയിരിക്കും. കാരണം ഇവിടെ മൈനസ് ആയതിന്റെ പേരിൽ നമുക്ക് സെക്കൻഡ് ക്വാർട്ടറിലേക്ക് പോകും. അപ്പൊ നമുക്ക് 2 pi by 3. അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ എ ആണ്. 0 and 2 pi by 3 ആണ് ഇതിന്റെ ആൻസർ. 0 and 2 pi by 3 ആണ് നമുക്ക് ഇതിന്റെ ആൻസർ ആയിട്ട് കിട്ടുക. എല്ലാവരും എഴുതിയിട്ടുള്ളൂ കേട്ടോ. ഇവിടെ നമ്മൾ ചെയ്തത് എന്താണ്? cos 2x equal to cos x ആണെങ്കിൽ cos 2x ന്റെ ഫോർമുല 2 cos square x minus 1 അറിഞ്ഞിരിക്കണം.
ആ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. എന്തിൽ കിട്ടി? കോസ് എക്സ് കിട്ടി. ആ കോസ് എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. കോസ് എക്സിന്റെ വാല്യൂ 1 കിട്ടി. കോസ് എക്സിന്റെ വാല്യൂ -1/2 കിട്ടി. അപ്പോ കോസ് എക്സിന്റെ വാല്യൂ +1/2 ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് എഴുതുമായിരുന്നു? π/3 60 ഡിഗ്രി ആണ്. ഇവിടെ നമുക്ക് -1/2 ആയതുകൊണ്ടാണ് എന്ത് കിട്ടിയത്? എക്സിന്റെ വാല്യൂ 2π/3 എന്ന് എഴുതാൻ കാരണം കേട്ടോ. അപ്പൊ നമുക്ക് ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. Next question. The value of 10 tan cot inverse 3 plus cot inverse 7 കണ്ടുപിടിക്കും. പിന്നെ എ എന്നുള്ള ആൻസർ എത്രയാണ്? 3. ബി എന്നുള്ള ആൻസർ എത്രയാണ്? 5. സി എന്നുള്ള ആൻസർ എത്രയാണ്? 7. ഡി എന്നുള്ളത് 9. ഇ എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടതാണ് ദ വാല്യൂ ഓഫ് 10 tan cot inverse 3 plus cot inverse 7. ഇതിന്റെ ആൻസർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് 10 tan cot inverse 3. cot inverse 3ക്ക് വരെ നമുക്ക് എന്ത് എഴുതാം? tan inverse 1/3 എന്ന് എഴുതാം. cot inverse 7 വരെ നമുക്ക് എന്ത് എഴുതാം? tan inverse 1/7 എന്ന് എഴുതാം. ഇനി tan inverse x പ്ലസ് tan inverse y. നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷനിൽ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. tan inverse x plus tan inverse y എന്ന് പറയുന്നത് എന്താണ്? tan inverse x plus y divided by 1 minus xy. ഇങ്ങനെ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. tan inverse x plus y by 1 minus xy. അപ്പൊ ആ ഫോർമുല ഉപയോഗിച്ചിട്ട് 10 tan inverse 1/3 plus tan inverse 1/7 എന്ന് പറയുന്നത് നമ്മൾ എഴുതാൻ പോകുന്നത് എന്താണ്? tan inverse 1/3 plus 1/7 divided by 1 minus 1/3 into 1/7. That is 10 tan inverse 10 tan inverse. ഇവിടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 7 9 അപ്പൊ 10/21 ഡിവൈഡഡ് ബൈ ഇവിടെ നമ്മൾ 7 3 21 21 മൈനസ് 1 21 മൈനസ് 7 3 21 21 മൈനസ് 1 20 വരും ഡിവൈഡഡ് ബൈ 21. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 10 tan inverse. അപ്പൊ 21 നമുക്ക് ക്യാൻസൽ ചെയ്തു. അപ്പൊ ബാക്കി എത്ര കിട്ടും? 10/21 ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്നത് 10/20 ആണ് അല്ലെ? അപ്പൊ നമുക്ക് tan inverse 1/2 എന്ന് കിട്ടും അല്ലെ? tan inverse ഇവിടെ നമുക്ക് 1/3 പ്ലസ് 1/7 എന്ന് പറഞ്ഞാൽ 10/21 ഡിവൈഡഡ് ബൈ 7 3 21 21 മൈനസ് 1 20/21 21 വെട്ടിക്കളഞ്ഞു. അപ്പൊ 0 0 വെട്ടിക്കളഞ്ഞാൽ tan inverse 1/2 വരും. അപ്പൊ 10 21 ആണ് വെട്ടിപ്പോകുന്നത് അല്ലെ? ഇപ്പൊ ഇവിടെ 10/21 ഈ 21 വെട്ടിപ്പോകും. അപ്പൊ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 10 tan inverse 10/20 വരും. 10/20 വരും. അപ്പോ നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ദാറ്റ് ഈസ് ഈക്വൽ ടു 10 into tan inverse രണ്ട് പേര് 2/20 വരും. അപ്പൊ നമുക്ക് ഇതിൽ ഈ 0 വെട്ടി കളയും. ബാക്കി 10/2 വരും. അപ്പൊ ആൻസർ 5 എന്ന് കിട്ടും. 5 എന്നുള്ള ആൻസർ ഉണ്ടോ? അതൊക്കെ ആൻസർ ഉണ്ട്. ബി ആണ് ആൻസർ. അപ്പോൾ ഇതിന്റെ ആൻസർ എത്രയാണ്? ബി = 5 എന്ന ആൻസർ കിട്ടും. ഇവിടെ നമ്മൾ ചെയ്തത് എന്താണ്? 10 tan inverse cot inverse 3 cot inverse 7. ഇവിടെ cot inverse 3ക്ക് വരെ എന്ത് കൊടുത്തു? tan inverse 1/3 കൊടുത്തു. cot inverse 7 എന്ത് കൊടുത്തു? tan inverse 1/7 കൊടുത്തു. എന്നിട്ട് ഏത് ഫോർമുല ഉപയോഗിച്ചു? tan inverse x plus tan inverse y യുടെ ഫോർമുല ഉപയോഗിച്ചു. ആ ഫോർമുല എന്താണ്? tan inverse x plus y by 1 minus xy ആണ്. ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? tan inverse 10/20 കിട്ടി. അപ്പൊ tan inverse 10/20 എന്നുള്ളത് 10/20 എഴുതി 10 into 10/20 that is equal to 5. Therefore the final answer 3 ആണ്. 5 ആൻസർ കിട്ടി. അപ്പൊ എല്ലാവരും എഴുതിയെടുത്തോളൂ കേട്ടോ.